17ാമത് രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ ശ്രദ്ധേയമായി അനൽ ഹക്ക് ഡോക്യുമെന്ററി ഫിക്ഷൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളെ ആസ്പദമാക്കിയുള്ളതാണ് ചിത്രം. തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയുടെ നിർമ്മാണത്തിലുള്ള ചിത്രം ഡോക്ടർ രാജീവ് മോഹനൻ ആറാണ് സംവിധാനം ചെയ്തത്. സമാധാനം സമാധാനം എന്നത്ര നമ്മൾ മുദ്രാവാക്യം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളെ ആസ്പദമാക്കി സമഗ്രമായൊരു ആവിഷ്കാരം. ബഷീറിന്റെ കഥകളിലെ കഥാപാത്രങ്ങളെയും ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെയും കോർത്തിണക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകേട്ട കഥാപാത്രങ്ങൾക്ക് രൂപം നൽകിക്കൊണ്ടാണ് ഡോക്ടർ രാജീവ് മോഹനൻ ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരിക്കുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ഒരു പ്രൊജക്റ്റ് എന്ന രൂപത്തിലാണ് ബഷീറിനെ കുറിച്ചുള്ള ഈ ഡോക്യു ഫിക്ഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ഇതിനകത്ത് പൊൻകുരിശ് മോഷ്ടിക്കുന്ന പള്ളി തലയോലപ്പറമ്പിലെ ഒരു വലിയ റോഡിൻ്റെ നടുവിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ബഷീറാണ് പറയുന്നത് പോയിട്ട് കുരിശ് മോഷ്ടിക്കുക എന്ന് പറഞ്ഞു വിടുന്നത്. അപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും പങ്കെടുത്തിരിക്കുന്ന ആളുകളും ഒക്കെ തന്നെ ബഷീറിൻ്റെ സ്കൂളും ബഷീർ പോയ ഇടവുമൊക്കെ യഥാർത്ഥത്തിലുള്ള സ്ഥലങ്ങളാണെന്നുള്ളതാണ് ഈ ഡോക്യുമെൻ്ററിയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കരുതുന്നത്. ബഷീറിന്റെ കഥകളിലൂടെ അറിഞ്ഞ ഇടങ്ങളിലൊക്കെയും പോയാണ് ഡോക്യുമെന്ററിയുടെ ചിത്രീകരണം. ചിത്രം മേളയിലെത്തിയതിന്റെ സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു. മേളയിലേക്ക് എത്തിയെന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ഇന്ത്യക്കകത്തും പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ഓഡിയൻസ് അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ചക്കകത്ത് ഉണ്ടാകുന്ന ഒരുപാട് എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ നമുക്ക് വല്ലാതെ കണ്ട് ഇനിയും ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കുന്നതെന്നും കൂടിയാണ്.